2020 ദില്ലി കലാപക്കേസിൽ 6 പ്രതികളെ കോടതി വെറുതെ വിട്ടു. മസ്ജിദിന് സമീപമുള്ള കടകൾ കത്തിച്ചു എന്ന കേസിലെ പ്രതികളെയാണ് വെറുതെ വിട്ടത്. ഓം പ്രകാശ്, ഇഷു ഗുപ്ത, രാജ്കുമാർ, അമിത്, രാഹുൽ, ഹരിയോം ശർമ്മ എന്നിവരെയാണ് വെറുതെ വിട്ടത്. ഇവർക്കെതിരെ ചുമത്തിയത് വ്യാജ കേസാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ പ്രതികൾക്കെതിരെ വ്യാജ കേസായിരുന്നു, തെളിവില്ല എന്നാണോ കോടതിയുടെ കണ്ടെത്തൽ? സ്മൃതി, ദില്ലി കട്കഡ്ഡുമ കോടതിയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജഡ്ജി പ്രവീൺ സിംഗ് ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇപ്പോൾ 6 പ്രതികളെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. പോലീസ് ഇവർക്കെതിരെ ചുമത്തിയ കേസ് വ്യാജമാണ് എന്നും സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്നുമാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പ്രേം പ്രകാശ്, ഇഷു ഗുപ്ത, രാജ്കുമാർ, അമിത്, രാഹുൽ, അതുപോലെ ഹരിയോം ശർമ്മ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഇവർക്കെതിരെ ഇത്തരമൊരു കേസ് ചുമത്തിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ മേൽനോട്ട കാര്യത്തിലൊക്കെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ വടക്കുകിഴക്കൻ ദില്ലിയിലാണ് 2020 കലാപമുണ്ടായത്. ഒരുപാട് പേർ കൊല്ലപ്പെട്ട കലാപമാണ്. അവിടെ ഒരു മസ്ജിദിന് സമീപത്തുള്ള കടകൾ കത്തിച്ചു എന്നതായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ്. ഏതായാലും ഈ കേസിൽ ഇവരെ വെറുതെ വിട്ടപ്പോൾ തന്നെയാണ് ഇപ്പോഴും ദില്ലി കലാപ കേസിൽ നിരവധി പേർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരൊക്കെ തന്നെ അവരുടെ ജാമ്യാപേക്ഷ ഇപ്പോഴും ദില്ലി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അംഗീകരിക്കാതെ തുടരുകയാണ്. വിവരങ്ങൾ